പ്രിയരെ, ഞാൻ അനീഫ് കട്ടുപ്പാറ. നമ്മുടെ ചിന്ത ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പള്ളിയെക്കുറിച്ചാണ്, ഒരു കടപ്പുറത്തുകാരുടെ സ്നേഹത്തെക്കുറിച്ച്. അതിനൂതനമായ എല്ലാവിധ സാങ്കേതിക വിദ്യകളുടെയും പഠനം നടത്തുന്ന +2 ഉള്ള എല്ലാ ക്ലാസ്സുകളും വീടാന്തരം ചെലവിന് പോയി നമ്മുടെ പഴയ പള്ളി ദർസിൻ്റെ സിസ്റ്റത്തിൽ വീടാന്തരം കടപ്പുറക്കാർ മുക്കുവന്മാരുടെ ചെലവിൽ ഒരു പള്ളി ദർസിലെ ഒരു വിദ്യാർത്ഥി മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ ആ വിദ്യാർത്ഥിയുടെ പേരിൽ നാമധേയത്തിൽ സ്ഥാപിച്ച ഒരു പള്ളിയുടെ മേന്മയെക്കുറിച്ചും, ആ പള്ളിയിലാണ് നമ്മുടെ ശംസുൽ ഉലമ, അതുപോലെ ചെറുശ്ശേരി ഉസ്താദ് ഇവരൊക്കെ ഖാദിയായിരുന്നതും ഖുതുബോധിരുന്നതും, ശംസുൽ ഉലമ മരിക്കുന്നതിന് വഫാത്താകുന്നതിന് മുമ്പും അവിടെ ഖുതുബോധിയിരുന്നു. ശംസുൽ ഉലമയുടെ നേതൃത്വത്തിലായിരുന്നു അവിടെ ജനറൽ ബോഡി. എന്തൊരു രംഗമായിരിക്കും! അത്രയും ആ പഴയകാല പൈതൃകമുള്ള ഷാലിയത്തെ പള്ളി. നമ്മൾ കേട്ടില്ല, അഹമ്മദ് ഷാലിയാത്തി, നമ്മുടെ സംസ്ഥാന നേതാക്കൾ, ഇവരെ ആ ചാലിയം ഒരു പള്ളിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ അവിടെയുള്ള മുക്കുവന്മാരായ കടപ്പുറക്കാരായ അവരുടെ സ്നേഹത്തെക്കുറിച്ചും. അവരുടെ സ്നേഹം ഞാൻ അനുഭവിച്ചറിഞ്ഞവനാണ്. ഞാനും മദ്രസ പഠനം കഴിഞ്ഞ് ഏകദേശം 10-12 വർഷം കടപ്പുറത്താണ് എൻ്റെ മതപഠനങ്ങൾ ഉണ്ടായിരുന്നത്. പുത്തൻപള്ളിയും പുതുപന്നാനിയും മഅവിനത്തുൽ ഇസ്ലാം. അപ്പോൾ ഈ കടപ്പുറക്കാരുടെ സ്നേഹത്തെക്കുറിച്ചാണ് ഞാനൊരു വീഡിയോ കാണിക്കുന്നത്. നിങ്ങൾ ആ വീഡിയോ അവസാനം വരെ കാണണം. അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മളെ നാടുകളിലും പ്രാവർത്തികമാക്കാൻ പറ്റുമോ? നമ്മളെ പഴയകാല പള്ളികൾ, ഒരകത്തെ പള്ളി, അതിൻ്റെ ഒരു ഉൾഭയമുണ്ടല്ലോ അകത്തെ പള്ളി കയറുമ്പോൾ. ഇന്ന് പള്ളികളൊക്കെ സ്ഫടിക തുല്യമാണ്, വലിയ വലിയ മുനാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും പഴയകാല പൈതൃകം, ആ സുഹൃതം നമ്മൾ ഔത്തേ പള്ളി കയറിയാലുണ്ടല്ലോ. ഇന്ന് ഔത്തേ പള്ളി പുറത്തെ പള്ളിയൊക്കെ എന്താണ്, ഒരു കൊട്ടാര സമാനമാണ്. അൽഹംദുലില്ലാ, പള്ളികൾ ഉഷാറാണത് മറ്റൊരു കാര്യം. പക്ഷേ ആ പഴയകാല പൈതൃകം നിലനിർത്തി ആ ദർസ് സംവിധാനത്തിലുള്ള വീടുകളിലേക്ക് ചെലവിന് പോയി അതിന് ചെലവ് കൊടുക്കാൻ അത്രയും കുട്ടികൾ ചെലവിന് വീടിന് കൊടുത്ത് അവരുടെ അതിനൂതനമായ എല്ലാവിധ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വളരെ ആധുനികമായ പഠന രീതി അതൊന്ന് കാണേണ്ടതാണ് നമ്മൾ. അവിടെയാണ് സമസ്തയുടെ നേതാക്കൾ ഒട്ടുമിക്ക ആളുകളുടെയും ചാലിയം. നമ്മൾ അറബിയിൽ അഹമ്മദ് ഷാലിയാത്തി എന്ന് പറയും പോലെ ഷാലിയത്തെ പള്ളി. ആ കാഴ്ചകൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അത് നമ്മളെ നാടുകൾ പ്രാവർത്തികമാക്കാൻ പറ്റുമോ? നമ്മുടെ നാടുകളിൽ പള്ളികളിൽ ഈ സിസ്റ്റം നമുക്ക് ഒന്ന് ശ്രമിച്ചുകൂടെ എന്ന് ഇത് കാണുന്ന, ഇത് കേൾക്കുന്ന കമ്മിറ്റി ഭാരവാഹികളും ഒന്ന് ഉണർന്ന് ചിന്തിച്ചാൽ, ഒരു അറബിക് കോളേജ് സിസ്റ്റത്തിൽ നമ്മുടെ പള്ളികളിൽ ഈ വീടാന്തരം കുട്ടികൾക്ക് നടക്കാൻ മടിയോ അല്ലെങ്കിൽ വീട് കൊടുക്കാൻ തയ്യാറല്ല എങ്കിൽ ഒരു ക്യാൻറ്റീൻ സംവിധാനമാണെങ്കിലും പള്ളികൾ ഇഷ്ടംപോലെ ഉണ്ട്. 2-3 നിലയായിട്ട് ഇഷ്ടംപോലെ വിശാലമായ സൗകര്യങ്ങളുള്ള പള്ളികളാണ്. ഒരു അറബിക് കോളേജ് എന്നതിന് രൂപത്തിൽ എന്തെല്ലാം സൗകര്യങ്ങളോട് കൂടിയാണ് ഈ ശാലിയത്തെ ഈ പള്ളി പ്രവർത്തിക്കുന്നത്. അതൊന്ന് കണ്ടുവരാം. അനീഫ കട്ടുപ്പാറ. ദർസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പഴയ കാലത്തിൻ്റെ ഒരു രൂപമുണ്ട്. എന്നാൽ അതേ രീതിയിൽ പാരമ്പര്യ ദർസായി പ്രവർത്തിക്കുന്ന ഒരു പള്ളി. എന്നാൽ ആ പള്ളിയും ആ ദർസും വളരെ വ്യത്യസ്തമാണ്. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ദർസ് ഹൈലി അഡ്വാൻസ്ഡ് ആണ്. ടെക്നോളജി കൊണ്ട്, ഇവിടുത്തെ കുട്ടികളുടെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് ആ ദർസ് കൗതുകമുണർത്തുന്ന ഒന്നാണ്. ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഇത്തരത്തിലൊരു ദർസുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് പിറകിലുള്ള പള്ളി, അതിൻ്റെ പേര് സിദ്ദീഖ് പള്ളി എന്നാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലിയത്താണ്. ഈ പള്ളിയും ഈ പ്രദേശവും പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഒരു ഉപജ്ഞാതാവിനെ കൂടി പരിചയപ്പെടുത്തേണ്ടതുണ്ട്. സമസ്തയുടെ വേദികളിൽ ആദർശത്തിൻ്റെ മുഖമായി നിൽക്കുന്ന ഉസ്താദ് മുസ്തഫ അഷ്റഫി കക്കുപടി നേതൃത്വം നൽകുന്ന ദർസാണ് ഇവിടെയുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ പള്ളിക്കകത്തേക്ക് പോവുകയാണ്. നമ്മുടെ ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു. അസ്സലാമു അലൈക്കും.
അപ്പോൾ അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ആദർശ വേദികളിൽ, സമസ്തയുടെ എല്ലാ വേദികളിലും നമുക്ക് അഭിമാനമായിട്ട് നിൽക്കുന്ന ഉസ്താദാണ് മുസ്തഫ അഷ്റഫി കക്കുപടി ഉസ്താദ്. ഉസ്താദേ, എന്തൊക്കെയുണ്ട് ഈ ദർസ്? എനിക്ക് തോന്നുന്നു ഒരു 6 വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് നമ്മളൊരു കോവിഡിൻ്റെ മുമ്പാണ് അല്ലേ, അന്ന് ഇവിടെ വന്നിരുന്നു. അന്ന് മുസ്തഫ മാഷൊക്കെ പ്രത്യേകം പറഞ്ഞ് അൽഹംദുലില്ലാ ഇവിടെ സുറ ടീം എത്തിയിരുന്നു. അന്ന് ഇവിടെ കണ്ടു പോയിരുന്നു. ഇന്നിപ്പോൾ അൽഹംദുലില്ലാ അവിടെ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അന്നത്തേനേക്കാളും ഒരുപാട് മാറ്റങ്ങൾ ദർസിലിപ്പോൾ അൽഹംദുലില്ലാ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റം എന്താണ് എന്ന് നമുക്ക് കണ്ടറിയാൻ വേണം. അന്ന് വന്നപ്പോൾ ഞാൻ ഇങ്ങനെയൊന്നുമില്ല, ഇവിടെ കാണുന്ന സമയത്തൊരു ഒരു അടിപൊളിയായിട്ടുള്ള റിസർച്ച് ഹബ്ബ്, ഹാഫിസ് ഇർഫാൻ മെമ്മോറിയൽ. ആരാണ് ഈ ഹാഫിസ് ഇർഫാൻ? നമ്മുടെ ദർസിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയായിരുന്നു, നല്ല പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു. രാത്രിയൊക്കെ ഉറക്കമൊഴിച്ച് 2 മണിയൊക്കെ ഇരുന്ന് പഠിക്കുന്ന കുട്ടിയായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഒരു ആക്സിഡൻറ്റ് പെട്ടു, സ്പോട്ടിൽ വെച്ച് മരണപ്പെട്ടു. അപ്പോൾ അവൻ്റെ ഉപ്പ ഇവിടെ കൊടുന്നാക്കുമ്പോൾ വലിയ പ്രതീക്ഷയെ കൊടുന്നാക്കിയതാണ്. ഉപ്പാൻ്റെ ആഗ്രഹം എന്നോട് പറഞ്ഞത് ഉപ്പാനെ മയ്യത്ത് സ്കരിക്കണ്ടാവണമെന്ന്. പക്ഷേ റബ്ബിൻ്റെ വിധി നേരെ തിരിച്ചായി പാപ്പ മോൻ്റെ മയ്യത്ത് സ്കരിക്കേണ്ടത്. അപ്പോൾ ആ കുടുംബത്തിന് ദർസിനോട് വലിയ ബന്ധമായിരുന്നു. അപ്പോൾ അവരന്ന് ആവശ്യപ്പെട്ടു മോൻ്റെ സ്മരണയ്ക്ക് വഴി ഇവിടെ എന്തൊരു സംവിധാനം ചെയ്യണമെന്ന്. അങ്ങനെ ഒരു വിശാലമായിട്ടുള്ള ഹാഫിൽ ഇർഫാൻ മെമ്മോറിയൽ റിസർച്ച് ഹബ്ബ് എന്ന് പറയുന്ന ഒരു സംവിധാനം തുടങ്ങി. റിസർച്ച് ഹബ്ബിനെ കുറിച്ച് നമുക്ക് ഒന്നുകൂടി പറയേണ്ടതുണ്ട്. പക്ഷേ ടോട്ടൽ നമ്മുടെ ഈ പള്ളി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് അന്നും നമ്മൾ ഒരുപാട് ടെക്നിക്കലി അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു പാരമ്പര്യ ദർസ്. അപ്പോൾ പാരമ്പര്യ ദർസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ പഴയ കാലത്തെ ഒരു ഉസ്താദുമാരൊക്കെ നടത്തിയ ഒരു ദർസിൻ്റെ ഒരു മുഖമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇവിടെ ഇപ്പം എന്തൊക്കെ സംവിധാനങ്ങളാണ് പ്രവർത്തിക്കുക, അത് നമുക്ക് പിന്നീട് കാണാം. ഇപ്പോൾ ഒന്ന് പറയാം. ഈ ദർസിൻ്റെ പ്രത്യേകത, നമ്മൾ ഈ ദർസ് ആ പാരമ്പര്യത്തിന് ഒരു കോട്ടവും വരാത്ത രീതിയാണ്. ആ പഴയ രീതിയിലുള്ള ദർസുകൾ, പഴയ രീതിയിലുള്ള കിതാബുകൾ. എന്നാൽ ആ കിതാബുകൾ എങ്ങനെ നമ്മൾ കാണുന്നതാണ് ആധുനികമായി കൊണ്ട് കുട്ടികൾ പഠിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ അൽഫിയൻ്റെ ബെയ്ത്ത്, അൽഫിയ പഴയ കാലത്ത് ഓതിപ്പെടുന്ന കിതാബാണ്. പക്ഷേ അൽഫിയ നമ്മൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് ആ അൽഫിയയിലെ വിഷയങ്ങൾ നമ്മൾ തഷ്ജീർ ചെയ്യാമെന്ന് പറയും. അത് കുട്ടികൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പോകുന്ന രീതിയിൽ നമ്മൾ PPT-യിലായിട്ട് മാറ്റും. എന്നിട്ട് നമ്മൾ സ്മാർട്ട് സെൻസസ് ബോർഡുണ്ട്, അതിലിട്ട് കാണിച്ചു കൊടുക്കും. അപ്പോൾ കുട്ടികൾ പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ അത്യാധുനിക രീതിയിൽ ആ പഴയ കിതാബുകൾ തന്നെ മാറ്റം വരാതെ, എന്നാൽ കുട്ടികൾക്ക് ഈ ആധുനിക രീതിയിൽ എങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ ആ രീതിയിൽ ചെയ്യുന്ന രീതിയാണ് ഒന്ന് പഠനരംഗത്ത് നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തെ, കുട്ടികൾക്ക് ഇന്നിപ്പോൾ നമുക്കറിയാം IT ലോകമാണ്. അതുകൊണ്ട് തന്നെ AI സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതോടെ നടക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ ലാബ് ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ടെക്നിക്കലായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ നിരന്തരം ക്ലാസ്സുകൾ, പുറത്തുനിന്ന് ആളുകൾ വരെ ഓൺലൈനിൽ ക്ലാസ് നടക്കാറുണ്ട്. പലപ്പോഴും ഇവിടെ വന്ന് ക്ലാസ് എടുത്തു കൊടുക്കാറുണ്ട്. ആ രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ ഇവിടെ നടക്കാറുണ്ട്. പിന്നെ കുട്ടികളെ പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ഖിറാഅത്തിന് വേണ്ടി ഒരു പ്രത്യേകം ഒരു ഏരിയ തന്നെ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. ലോക്കൽ വോയിസ് ഹബ്ബ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്, അതിവിടെ കൃത്യമായി നടക്കുന്നുണ്ട്. പിന്നെ ദർസി ഗ്രന്ഥങ്ങൾ, കിതാബുകൾ പ്രഗത്ഭരായ ഉസ്താദുമാർ, എന്നെ കൂടാതെ 5 പേരിവിടെ കൃത്യമായി ദർസ് നടത്തുന്ന ഒരു സംവിധാനമുള്ളത്. അപ്പോൾ അതിൽ പലരും നമ്മുടെ ശിഷ്യന്മാരുണ്ട്, അല്ലാത്തവരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ബാക്കിയാത്തിൽ നിന്ന് അൽഹംദുലില്ലാ ഫസ്റ്റ് റാങ്ക് നേടി നമ്മുടെ ദർസ് വിദ്യാർത്ഥികൾക്കായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഹൈത്തമിയിൽ നിന്ന് ഫസ്റ്റ് റാങ്ക്, ഹൈത്തമി എന്ന് പറയുമ്പോൾ നന്ദിയിൽ ബിരുദാനന്തര ബിരുദ കോഴ്സാണ്, അതിലും ഫസ്റ്റ് റാങ്ക് നേടിയത് നമ്മുടെ ദർസ് വിദ്യാർത്ഥികളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രഗത്ഭരായ കുട്ടികളെ ഇവിടെ തന്നെ കൂടെ നിർത്തി 2 കാര്യമാണ് അവരെ ഉപയോഗപ്പെടുത്തുക, അതോടൊപ്പം മറ്റുള്ളവർക്കൊരു മാതൃകയാണ്. കാരണം ഇവിടുന്ന് പഠിച്ചവർ ഇങ്ങനെയൊക്കെ ആവാൻ കഴിയുന്നുള്ളത് ഉള്ള കുട്ടികളെ ബോധ്യപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ കിതാബുകൾക്ക് പുറമെ +1 +2 ഡിഗ്രി ക്ലാസ്സുകൾ നമ്മൾ ഇവിടെ വെച്ച് കൊണ്ടുകൊടുക്കും. ഒരു കുട്ടിയും +1 പഠിക്കാൻ പുറത്ത് പോകണ്ട, ഡിഗ്രി പഠിക്കാൻ പുറത്ത് പോകണ്ട, ആ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചുകൊണ്ട് ചെയ്യും. അതായത് ഇതൊക്കെ ഒരു പള്ളിയിൽ വെച്ചുകൊണ്ട്, അല്ലാതെ ഇതൊരു കോളേജല്ല, പള്ളിയാണ്. പള്ളിയിൽ നിന്ന് കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വീടുകളിൽ പോകുന്നു, അത് വലിയ സംഭവമാണ്. ഇത്രയും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഈ ചാലിയത്തെ പാവങ്ങളായ ആളുകളാണ്. ഈ ചാലിയം പണ്ട് മുതലേ അതിഥികളെ സ്വീകരിക്കാനും മാത്രമല്ല പാവങ്ങളാണ്. പിന്നെ ഈ മത്സ്യബന്ധനവുമായിട്ട് നടത്തി അങ്ങനെ ഒരു അന്നും ഉസ്താദുമാരെയൊക്കെ സ്നേഹിക്കുന്ന കുറേ കഥകളിലും എഴുത്തുകളിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഈ ചാലിയത്തിൻ്റെ പ്രത്യേകത, മഹാനായ മർഹൂം അഹമ്മദ് കോയ ഷാലിയാത്തി, സംസ്ഥാനത്തെ സ്ഥാപക നേതാക്കന്മാരിൽ പ്രധാനിയാണ് അഹമ്മദ് കോയ ഷാലിയാത്തി. മഹാൻ്റെ മക്കാമും ഇവിടെയാണ് തൊട്ടപ്പുറത്തുള്ളത്. അന്നു മുതലേ ഇവിടെ ദർസിന് ഭയങ്കര പ്രാധാന്യമുള്ള ഏരിയയാണ്. ഷെയ്ഖുന ഷംസുല്ലമ ഇവിടെ പഠിച്ചിട്ടുണ്ട്, സംസ്ഥാന നേതാക്കന്മാരൊക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഷംസുല്ലമ ഈ പള്ളിയിലെ ഏകദേശം 10-25 വർഷത്തിലേറെ കാളിയാണ്. കാളി എന്ന് പറഞ്ഞാൽ കേവലം കാളിയല്ല. ഷംസുല്ലമ ഇവിടെ പെരുന്നാൾക്ക് ഇവിടെ വരും, ഇവിടെ ഹുത്തുബുന്ന വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇവിടെ വന്നിട്ടുണ്ടെന്നാണ്. ഇവിടെ എന്ത് കാര്യം കമ്മിറ്റി കൂടിയാണ് ജനറൽ ബോഡി ഷെയ്ഖുന ഷംസുല്ലമ വരും. ഷംസുല്ലമയാണ് ജനറൽ ബോഡിക്ക് നേതൃത്വം നൽകുക. അതിനുശേഷം 20 വർഷം ചെറുശ്ശേരി ഉസ്താദായിരുന്നു. പിന്നീട് ബഹുമാനപ്പെട്ട ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് കാളിയായിട്ടുള്ള സയ്യിദ് മുഹമ്മദ് കോയ തങ്ങളിവിടെ മുദ്രിസുമായിരുന്നു. ഒരു 15 വർഷത്തോളം ഞാൻ വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് തങ്ങളായിരുന്നു ഇവിടുത്തെ മുദ്രിസ് ഉണ്ടായിരുന്നത്. തങ്ങൾ പോയതിൻ്റെ ഒഴിവിലേക്കാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്.
അപ്പോൾ നമുക്കിതിൻ്റെ ഒരു സൗകര്യങ്ങൾ ഒന്ന് കണ്ടതിന് ശേഷം ബാക്കി കൂടുതൽ കാര്യങ്ങൾ. ഈ റിസർച്ച് ഹബ്ബിൽ എന്താണ് നടക്കുന്നത്? ശരി, റിസർച്ച് ഹബ്ബിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആദർശം നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതോടൊപ്പം പുറത്തുള്ളവർക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ ഇവിടെ ആദർശം പഠിക്കാൻ വരാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അടുത്ത് SKS കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഒരു പുതിയൊരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. തമസ്സുക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ആ തമസ്സുക്കിൽ സാധാരണക്കാരായ ആളുകളാണ്, അതിൽ ഡോക്ടർമാർ അങ്ങനെയുള്ള സാധാരണക്കാരായ ആളുകൾ, അവർക്ക് ആദർശം പഠിപ്പിക്കുന്നില്ല. ആ കോഴ്സ് അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഇവിടെ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. 1. 2 കിബില നിർണ്ണയ ക്യാമ്പ്. നമ്മുടെ ഇവിടുത്തെ അസിസ്റ്റൻ്റ് മുദരിസ് ഉമർ ഫൈസ് റബ്ബാനി എന്ന് പറയും. അദ്ദേഹം ഈ കിബില നിർണ്ണയത്തിൽ ഫലക്കിൽ ഗോളശാസ്ത്രത്തിൽ വലിയ അഗ്രഗണ്യനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ അൽഹംദുലില്ലാഹ് ഇപ്പോൾ കിബില നിർണ്ണയ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് മാസത്തിലൂടെ നടക്കുന്നുണ്ട്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രഗത്ഭരായ ഉസ്താദുമാർ തന്നെ ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വരാറുണ്ട്. പിന്നെ യുക്തിവാദികൾക്ക് നമ്മുടെ ഇവിടുത്തെ മുദരിസ് തന്നെ ജാബിർ ബാക്കവിൽ ഹൈത്തമി എന്ന് പറയും, അദ്ദേഹം വിഷയത്തിൽ അഗ്രഗണ്യനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അങ്ങനത്തെ ഒരു ക്ലാസ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള റിസർച്ചുകളാണ്, അത് ഇവിടുത്തെ കുട്ടികൾക്ക് മാത്രമല്ല പുറത്തുള്ളവർ നിരന്തരം വരുന്ന ഒരു സംവിധാനം. പക്ഷേ ഇപ്പോൾ കാര്യമായിട്ട് നടക്കുന്നത് സംസ്ഥാന 100ാം വാർഷികമായതുകൊണ്ട് സംസ്ഥയുടെ ക്യാമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ കാര്യമായിട്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ക്യാമ്പിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളുടെ കുട്ടികളാണ് ഇവിടെ നിന്നാണ് വെച്ചാൽ 33,313 ആളുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് ഇവരാണ് അത് കൈകാര്യം ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, സംസ്ഥ അതിന് ആളുകളെ ഓഫീസ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെ കൊണ്ട് കഴിയുന്നില്ല. കാരണം 33,313 സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര ആളുകൾ പങ്കെടുക്കുന്ന ഒരു ക്യാമ്പ്. നേരത്തെ എത്ര ആളുകളായിരുന്നു മാക്സിമം പങ്കെടുത്തിരുന്നത്? നമുക്ക് പോയാൽ നമുക്ക് 10,000-ന്റെ താഴെ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അത്ര ഉണ്ടാകാറുള്ളൂ. അന്നത്തെ നമ്മുടെ സൗകര്യമൊക്കെ അങ്ങനെയായിരുന്നു. മാത്രമല്ല അന്ന് നമ്മളിങ്ങനെ വ്യവസ്ഥാപിതമായി ചെയ്യാറില്ല. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് ആ ആളുകളെ മാത്രം പങ്കെടുപ്പിക്കുന്ന രീതി അല്ല അന്ന് നമ്മൾ ചെയ്തത്. ഇന്നത് മാറി. ഇന്ന് കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ അതായത് 33,313 ആളുകളുടെയും ഫുൾ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. എല്ലാവരും ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. മാത്രമല്ല ഇനി പ്രീ ക്യാമ്പ് നടക്കാൻ പോവുകയാണ്. ഈ ആളുകൾ അവിടെ വരുന്നതിന് മുമ്പ് പ്രീ ക്യാമ്പിൽ പങ്കെടുക്കണം. ആ പ്രീ ക്യാമ്പിൽ പങ്കെടുത്ത് രജിസ്റ്റർ ചെയ്ത ആളുകൾ മാത്രമാണ് ഇൻഷാ അല്ലാഹ് നമ്മളിതിൽ പങ്കെടുപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് റിസർച്ച് ഹബ്ബ് ഒന്ന് കാണാം. ഓക്കെ, മാഷാ അല്ലാഹ്, ഇത് ഭയങ്കര സെറ്റപ്പാണല്ലോ ഉസ്താദേ. ഇത് അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സമ്മേളനമാണ് കാര്യമായിട്ട് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഒരു മാസക്കാലമായിട്ട് ഈ ഹബ്ബിലെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ക്യാമ്പ് വളരെ വലിയ റിസ്ക്കുള്ള കാര്യമാണ്. നമ്മൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ രസം തോന്നിപ്പോകും, പക്ഷേ നല്ല അധ്വാനമാണ് ഇതിൻ്റെ പേര്. ഇത് പറയുമ്പോൾ ക്യാമ്പിലേക്ക് പറയുമ്പോൾ ഈ ഹാള് ഒന്ന് പറയേണ്ടതുണ്ട്. കാരണം വെച്ചാൽ പ്രധാനമന്ത്രിയുടെയൊക്കെ ക്യാബിനറ്റ് ചേരുന്നതിൻ്റെ എക്സിക്യൂട്ടീവ് സ്വഭാവം ഇല്ലേ, അങ്ങനെ തോന്നില്ല നമുക്ക് ഇല്ലേ? അപ്പം നിങ്ങളൊക്കെ എവിടെ നിന്ന് വന്ന്? ഞാൻ ഇവിടെ പഠിക്കുന്നതാണ്. നിങ്ങൾ പുറത്തുനിന്നുള്ള ആളുകളുണ്ടാവില്ല, ഒത്തിരി ആളുകൾ? കോട്ടക്കൽ. നിങ്ങൾ വർക്ക് എന്താണ് ഇവിടെ? അപ്പോൾ നമ്മളെ ക്യാമ്പിന് രജിസ്റ്റർ ചെയ്ത ആൾക്കാരെ തരംതിരിക്കാന്നുള്ള വന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു ടീം എന്താണ് നിങ്ങളുടെ ആ തരംതിരിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യുന്നത്? 2 ക്യാമ്പിലും, ജനറൽ ക്യാമ്പും ദായി ക്യാമ്പും. അതിലേക്കുള്ള ആൾക്കാരാണ്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള ആൾക്കാർ ഷിഫ്റ്റ് ചെയ്യുക, അങ്ങനെ സംഗതികളും ചെയ്യാറുള്ളത്. ഒരുപക്ഷെ ഈ സാധാരണക്കാർക്ക് എന്താണ് ഈ ഇതായി എന്താണ് ഈ ജനറൽ എന്ന് ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ എങ്ങനെയാണ്? ആരാണ് ഇതിൻ്റെ അതെ എങ്ങനെയാണത്? ഈ ജനറൽ ക്യാമ്പ് എന്ന് പറയുന്നതും ദായ ക്യാമ്പ് രണ്ടാണ്. സാധാരണ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ സംസ്ഥാന 100ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് സമസ്ത സമൂഹത്തിലേക്ക് സമർപ്പിക്കുന്ന വലിയൊരു സംവിധാനമാണ് 10,313 പ്രബോധകർ. അതിന് പേര് സമസ്ത മുഷാവറ പിന്നീട് പ്രഖ്യാപിക്കാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് നമ്മൾ തൽക്കാലം മനസ്സിലാകാൻ വേണ്ടി പ്രബോധകർ ദായിമാരെന്ന് പറയുന്നു. അതാണ് 10,000. അവരാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഫെബ്രുവരി 4 മുതൽ അവിടെ ഉണ്ടാവുക. പിന്നീട് 6-ാം തീയതിയാണ് ബാക്കി 23,000 ആളുകൾ വരിക. മൊത്തം 33,313 ആളുകളാണ്. അപ്പോൾ മൊത്തം നമ്മൾ 2 ടീമായിട്ടാണ് മൊത്തം വരുന്നത്. ഇവർ 4-ാം തീയതി മുതൽ 8 വരെ ദായികളുണ്ടാവും, മറ്റു ടീം 6 മുതൽ 8 വരെ ഉണ്ടാവും. അങ്ങനെ എനിക്കൊരു സംശയം, സാധാരണഗതിയിൽ അന്ന് നമ്മുടെ കൊല്ലത്തെ ഇതിനൊക്കെ സമ്മേളനം നടന്ന സമയത്ത് അവിടെ ഒരേ സമയം 2 ടെൻറ്റുകളിലായിട്ട് ക്യാമ്പുകൾ നടന്നിരുന്നു. സതിതിൻ്റെ കോർഡിനേറ്റർ കൂടിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഈ ഒരു വലിയ പന്തലിൽ ഒരേ സമയം ഒരു ക്യാമ്പ് മാത്രമാണോ നടക്കുക, അല്ലെങ്കിൽ 2 വേദികൾ, അങ്ങനെ എന്തെങ്കിലും പദ്ധതിയുണ്ടോ? ഈ ദായികൾക്കുള്ളത് ഞാൻ പറഞ്ഞു സെപ്പറേറ്റ് ആയിട്ട് ആദ്യം നടത്തും. അവർക്ക് മാത്രമുള്ള അവരെന്തൊക്കെ ചെയ്യണം, അവരെങ്ങനെ ആയിരിക്കണം, അവരുടെ എല്ലാ കാര്യങ്ങളും ഈ പ്രബോധകർക്ക് മാത്രമായിക്കൊണ്ട് ക്യാമ്പ് നമ്മൾ നടത്തും. അത് കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചാണ്. എന്നാൽ അതോടൊപ്പം തന്നെ വേദി 2, വേദി 3 പറഞ്ഞിട്ട് വേറൊരു ഭാഗത്ത് അത് സെപ്പറേറ്റ് ഓരോ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന് പ്രത്യേക ക്ഷണിതാക്കളെ വെച്ചുകൊണ്ട് പുറത്തുനിന്ന് ഗസ്റ്റുകളെ കൊണ്ടുവന്ന് ഫാക്കൽറ്റികളെ കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം വേറെ സമയം 3 വേദികളായിട്ട് നടക്കും. പക്ഷേ 33,313 ഒറ്റ വേദിയിലായിരിക്കും. അത് നിങ്ങൾ അവിടെ നിന്ന് കണ്ടായിരിക്കും. നമ്മൾ കണ്ടുള്ള വിശാലമായ രീതിയിലുള്ള ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള വിശാലമായ പന്തലിലാണ് അത് നടക്കുക.
അപ്പോൾ ഏതായാലും ഇവിടെ ഒരു കോൺഫറൻസ് സെറ്റപ്പ് എന്ന് പറയുമ്പം അത് വളരെയധികം മനോഹരമായിട്ട് തന്നെ ഉണ്ടെന്ന് പറയാം. നല്ല കബോർഡുകളൊക്കെ, എല്ലാവരും ഇരിക്കുക നമ്മൾ ഒരു അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ ടച്ച് ബോർഡ് ഉണ്ട്. അതോടൊപ്പം തന്നെ വിശാലമായ ലൈബ്രറി സംവിധാനമുണ്ട്. അതോടൊപ്പം ഞാൻ പറഞ്ഞൊരു കോൺഫറൻസിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്. എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു ഇതൊരു ഹാള് കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഓക്കെ, അൽഹംദുലില്ലാ നന്നായിട്ടുണ്ട്. ഇങ്ങനൊരു സെറ്റപ്പ് ഒരു നാട്ടു ദർശനം ഉണ്ടാവുക എന്നുള്ളത് അപൂർവമാണ്. നാട്ടു ദർശനം അപ്പുറത്തൊരു പള്ളിയുടെ മുകളിൽ നമ്മളിത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതെ. പക്ഷേ ഇവിടെ അൽഹംദുലില്ലാ എല്ലാ സാങ്കേതിക മികവും എല്ലാം ഇവിടുത്തെ കുട്ടികൾക്ക് ലഭ്യമാകുന്നുണ്ട്. അൽഹംദുലില്ലാ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഈ ഒരു ഹാൾ ഇതിൽ കൃത്യമായിട്ട് ഇവരൊക്കെ ഇപ്പോൾ ഈ സംസ്ഥയുടെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കോർഡിനേഷന് വേണ്ടി വന്നവരാണ്. ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ അനുഭവസ്ഥർ അല്ലെങ്കിൽ ഇത് പരമാവധി യൂസ് ചെയ്യുന്ന ആളുകൾ ഇവിടുത്തെ കുട്ടികളാണ്. എൻ്റെ പേരെന്താ? എൻ്റെ പേര് റിഷാദ്. എങ്ങനെയാണ് നിങ്ങളുടെ ഇവിടുത്തെ വർക്കുകളൊക്കെ എന്തായിരിക്കും ഉണ്ടാവുക? ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടത്തിൽ പഠിച്ചു പോയ ഒരു ഹാഫിൽ ഇർഫാൻ എന്ന് പറയുന്ന ഒരു കുട്ടി മരണപ്പെട്ടു പോയി. അള്ളാഹ് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അപ്പോൾ അവൻ്റെ നാമധേയത്തിലാണ് അവൻ്റെ ഫാമിലി ആവശ്യപ്പെട്ട പ്രകാരം ഇവിടെ ഇങ്ങനെ ഒരു റിസർച്ച് ഹബ്ബ് കൊണ്ടുവന്നത്. അതിലുപരി തന്നെ ഇത് ഉപയോഗപ്പെടുത്തുന്ന രീതിയാണ് വളരെ വ്യത്യസ്തമാകുന്നത്. കേരളത്തിന് പുറത്തുള്ള പ്രമുഖരായ ഉസ്താദുമാർ വന്നുകൊണ്ട് തന്നെ കിബില ക്ലാസ്സുകൾ, ഉസ്താദിൻ്റെ അസിസ്റ്റൻ്റ് കൂടിയായ റബ്ബാനി ഉസ്താദിൻ്റെ കീഴിൽ കിബില ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കിബില ക്ലാസ് എന്ന് പറഞ്ഞാൽ അതായത് കിബില നിർണ്ണയം, കിബില വീടുകളിലായാലും പള്ളികളിലായാലും എങ്ങനെയൊക്കെ കിബില നിർണ്ണയിച്ച് കൊടുക്കാം, അതിൻ്റെ ശാസ്ത്രീയപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലൂടെയാണ് ഉസ്താദ് ക്ലാസ് എടുത്തു പോയിക്കൊണ്ടിരിക്കുന്നത്. മാസത്തിൽ വ്യാഴാഴ്ച ദിവസത്തിൽ അവരുടെ സൗകര്യം, അതായത് വരുന്ന ഉസ്താദുമാരുടെ സൗകര്യം നോക്കിയിട്ടാണ് പിന്നെ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതിനുപരി ഉസ്താദിൻ്റെ ആദർശ ക്ലാസ്സുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ആദർശ ക്ലാസ്സിൽ എന്തൊക്കെയായിരിക്കും നടക്കുക? ആദർശ ക്ലാസ്സിൽ ഉസ്താദ് തൗഹീദ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് ആളുകൾ വന്നിട്ട് നമുക്ക് ക്ലാസ്സുകൾ നടക്കുന്നതിലുപരി പുറത്തുനിന്ന് ആളുകൾ വന്ന് ഉസ്താദിനോട് സംശയങ്ങളും കാര്യങ്ങളും ചോദിക്കുന്ന രീതിയിലും അവരോട് വന്നുകൊണ്ട് മണിക്കൂറുകളോളം ഉസ്താദിൻ്റെ ക്ലാസ്സിലിരിക്കുന്ന രീതിയിലൊക്കെ ക്ലാസ്സുകൾ ഇവിടെ നടക്കാറുണ്ട്. ഇത്തരം ഒരു അറ്റ്മോസ്ഫിയറിൽ കുട്ടികളായ നിങ്ങളിത് ഉപയോഗപ്പെടുത്തുമ്പം നിങ്ങളുടെ ചർച്ചകൾക്കും നിങ്ങളുടെ ചിന്തകൾക്കും നിങ്ങളുടെ പഠനങ്ങൾക്കും നിങ്ങളുടെ റിസർച്ചിനും ഒക്കെ ഇത് എത്രമാത്രം ഉപകരിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും വളരെ ഉപകാരം തന്നെ. നമുക്ക് നമ്മളെ ഭാവി കാര്യങ്ങളിലേക്ക് നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് ഈ റിസർച്ച് ഹബിലൂടെ. കാരണം തൊട്ടടുത്ത് തന്നെ ലൈബ്രറി ഉണ്ട്. അതിൽ നിന്ന് വായിച്ചെടുത്ത് മറ്റു കുട്ടികൾ കൂട്ടത്തിലിരിക്കുമ്പോൾ അവരോട് ചർച്ച ചെയ്തൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത് എന്താണ് കാണാനുള്ളത്? മുകളിൽ പോവാം. ഇവർ ക്യാമ്പിൻ്റെ ദൂരാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറഞ്ഞു ഇവിടുത്തെ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നടപടികളും അതിൻ്റെ ഏകീകരണമൊക്കെ ഇവിടുത്തെ കുട്ടികൾ തന്നെയാണ്. എന്തൊക്കെയാണ് അതിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇപ്പോൾ 33,313 ആളുകൾ നമ്മളെ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ ചിലർ ജനറലിൽ പങ്കെടുക്കുന്നുണ്ട്, ചിലർ ദായിയായിട്ട്. അപ്പോൾ ദായിലേക്കൊക്കെ അവർ പറഞ്ഞ പോലെ ദായിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദർസൻ അറബി കോളേജിൻ്റെ ഗൂഗിൾ ഫോം വഴി രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വർക്കുകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് പുറമെ കേരളത്തിന് അകത്തല്ല, പുറത്ത് വിദേശ രാജ്യങ്ങളിൽ കുവൈത്ത്, ബഹ്റൈൻ, അതുപോലെ തന്നെ ഈജിപ്ത്, തുർക്കി രാജ്യങ്ങൾ, മലേഷ്യ പോലത്തെ രാജ്യങ്ങളിൽ നമുക്ക് രജിസ്ട്രേഷൻ വന്നുകൊണ്ടിരിക്കും. അത് രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് നമ്മൾ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ നമ്മുടെ കീഴിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തുടങ്ങിയിട്ട് ഒത്തിരി കാലമായി? കുറച്ച് നാളെ. അപ്പോൾ എത്ര ഈ ഗൂഗിൾ ഫോം എന്ന് പറയുമ്പോൾ പലരുടെയും സൗകര്യ സമയത്ത് ചില ആളുകൾ ഇപ്പോൾ 10 മണിക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തൊന്നും ഇത് എൻട്രി വന്നുകൊണ്ടിരിക്കണം എന്നില്ല. അപ്പോൾ അതൊക്കെ ഒരു രാത്രി ഒരു 12 മണിക്കൊക്കെ വന്നാൽ അപ്പോൾ തന്നെ മാനേജ് ചെയ്യുമോ? അത് അറിയാനുള്ള സംവിധാനം ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് മെയിൽ വന്ന് കിടക്കുമ്പോൾ അങ്ങനെ? പല സമയങ്ങളിൽ നമ്മൾ കടത്തം 1 മണി ആ സമയത്തായിരിക്കും കടത്തം. സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണല്ലോ, അപ്പോൾ നമുക്ക് സമയമൊന്നൊരു വിലയില്ല. അങ്ങനത്തെ രീതി സമയം നമ്മൾ സമസ്തക്ക് വേണ്ടി മാറ്റി വെച്ച മാതിരിയാണ്. സമസ്തക്ക് മാറ്റി വെച്ചു, അതന്നെ. അത് വലിയ റിസ്ക് ആണെങ്കിലും നമ്മളത് ഏറ്റെടുക്കും. തീർച്ചയായിട്ടും നമ്മൾ ഏറ്റെടുത്ത് തന്നെയാണ്. മുസ്തഫ അഷ്റഫ് ഉസ്താദിൻ്റെ ഒരു കുട്ടിയിൽ നിന്ന് നമുക്ക് അത് കേട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഏതായിരുന്നാലും നമ്മൾ പോകുന്ന സമയത്ത് തന്നെ ഇവിടുത്തെ നമ്മുടെ കുറച്ച് കുട്ടികൾ നമ്മുടെ ഇവിടുത്തെ ഇവരുടെ ഒരു നമ്മളിവിടെ വന്ന സമയത്ത് തന്നെ എത്ര കുട്ടികളെ ഉസ്താദ് ഇവിടെ ഉള്ളത്? 100? ഇവിടെ 100-ന്റെ ഒരു 90 സംതിങ് കുട്ടികളാണ്. ഇവർ നിങ്ങൾ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ അവർ നിങ്ങളൊന്ന് സ്വീകരിക്കാൻ വേണ്ടി ഇരിക്കുകയാണെന്നുള്ളത്. ഏതായാലും ഓക്കെ. അപ്പോൾ നമ്മളിവിടെ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഓരോ ഹുറൂഫുകൾ, അബ്വാബുൽ മഅറബാത്തി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല സംഗതികളും. ഇതിൻ്റെ വിഷയം പള്ളിയാണല്ലോ. ആ പള്ളിയിൽ നമുക്ക് പരിമിതികളുണ്ട്, എല്ലാത്തിനുണ്ട്.
സൗകര്യങ്ങൾ പരിമിതിയുണ്ട്. പള്ളിയിൽ അത്തരത്തിൽ നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ ആ സൗകര്യങ്ങളിൽ കുട്ടികൾ കിടക്കണം ഒക്കെ വേണം. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇപ്പോൾ ചെയ്തിട്ടുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, കുട്ടികൾക്ക് പഠിക്കലുമായി, എന്നാൽ കുട്ടികൾക്കൊരു മറയായി. അവർ മറ വേണമെന്ന് ഞങ്ങൾക്ക് കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ആ മറ മാത്രം ആവാതെ ഒരു മിനിമലിസത്തെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണം. അതിന് ഏറ്റവും വലിയ പ്രത്യേകത ഈ ഡിസൈനുകളൊക്കെ ഇവർ ചെയ്യുന്നതാണ്. ഒരു ഫ്ലെക്സോ ഒരു വർക്കോ ഇന്ന് ഗ്ലോബൽ നമ്മുടെ ക്യാമ്പിൻ്റെ പ്രീ ക്യാമ്പിൻ്റെ ഗ്ലോബൽ ഉദ്ഘാടനം നടക്കുകയാണ്. ആ ഉദ്ഘാടനത്തിൻ്റെ പോസ്റ്റർ വരെ ഇവിടെ നിന്നാണ് ചെയ്തു പോകുന്നത്. അത് എല്ലാ വർക്കും കുട്ടികൾ ചെയ്യും. ഡിസൈനേഴ്സ്, ഗ്രാഫിക്സ്, കണ്ടന്റ് ഒക്കെ ചെയ്യുന്ന ആളുകൾ ഈ ഡിസൈൻ ഫുള്ള് അവർ തന്നെ ചെയ്യുന്നതാണ്. അതേതായാലും വളരെ മനോഹരമാണ്. കാരണം നമുക്ക് കിട്ടുന്ന കാര്യം ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതൊരു ടച്ച് സ്ക്രീൻ ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ. അപ്പോൾ നമ്മളിവിടെ വന്ന നമ്മുടെ കാരവാൻ്റെ ഒക്കെ ഒരു ചിത്രമൊക്കെ ഉൾപ്പെട്ട് നമുക്ക് അൽ അക്സ ദർസിലേക്ക് സ്വാഗതം എന്ന്. അപ്പോൾ സിദ്ദീഖ് പള്ളി എന്നത് പള്ളിയുടെ പേരാണ്, ദർസിന്റെ പേര് അൽ അക്സ. എന്താ ഈ അൽ അക്സ വരാൻ? അൽ അക്സ എന്നുള്ളത് വലിയൊരു ആശയമാണ്. അതോടൊപ്പം ഒരു കേവലം വാക്കല്ല, സുന്നി സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന വലിയൊരു ആശയത്തിന് ഷോർട്ട് ഫോം കൂടിയാണ് അക്സ. പിന്നെ അക്സ എന്നും നമ്മൾ പ്രയാസമായിട്ട് കാണുന്നതാണല്ലോ. അപ്പോൾ കുട്ടികളെ മനസ്സിലും ചെറുപ്പം മുതലേ അവരെങ്ങനെ ഓർക്കണം, മസ്ജിദുൽ അക്സ ഓർക്കണം, അവിടെ പീഡനം അനുഭവിക്കുന്നവർ ഓർക്കണം, ആ പള്ളിയെ ഓർക്കണം. ഇതൊക്കെ ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് അക്സക്ക് അങ്ങേ അറ്റം എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ കുട്ടികൾ അങ്ങേ അറ്റം അധ്വാനിച്ച് പഠിക്കുന്നവരായിത്തീരണം. ഇങ്ങനെ ഒരുപാട് ആശയങ്ങളുടെ ഒരു ചുരുക്ക പേര് മാത്രമാണ് അൽ അക്സ എന്നുള്ളത്. നമ്മൾ ഒരു പള്ളിയിലും കാണൂല കേട്ടോ ഇതുപോലുള്ള ടച്ച് സ്ക്രീനൊക്കെ ഉപയോഗിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിസ്റ്റം ഒന്നും നമ്മൾ ഒരു പള്ളിയിലും നമ്മൾ എവിടെയും കാണൂല. ഒരു ദർസിലോ നാട്ടു ദർസിലോ അല്ലെങ്കിൽ ഇനി ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ദർസുകളിലൊന്നും നമ്മളിത് കാണൂല. അപ്പം ഇതൊക്കെ ഈ കുട്ടികൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും നല്ല, അവരുടെ പഠനത്തിന് ഏറ്റവും നന്നായിട്ട് ഉപകരിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടച്ച് ബോർഡൊക്കെ ഉള്ള ഒരു ദർസ്, അതും പള്ളി ദർസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു അത്ഭുതം. മാത്രമല്ല ഈ കുട്ടികൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഉസ്താദേ, എന്തൊക്കെയാണ് ഇതിൽ കുട്ടികൾക്ക് പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് നടന്നത്? ഏറ്റവും ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതണമെങ്കിൽ കൈകൊണ്ട് എഴുതാം, കൈകൊണ്ട് വായിക്കാം. പഴയ ബോർഡ് പോയി, ബ്ലാക്ക് ബോർഡ് ഗ്രീൻ ബോർഡൊന്നും അല്ല. കുട്ടികൾക്ക് അതിൽ ഏറ്റവും ഒരു ഗുണം എന്ന് പറയുന്നത്, ഒന്ന് സാമ്പത്തിക ലാഭം, രണ്ടാമത്തെ പൊടിയും ഉണ്ടാകുന്ന അലർജി. ഞാനൊക്കെ ഭയങ്കര അലർജിക്കാരാണ്. ഈ പൊടിക്ക് തട്ടി, ചോക്കൻ്റെ പൊടിക്ക് തട്ടി ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ആ പ്രശ്നമൊന്നുമില്ല, നമുക്ക് കൈകൊണ്ട് എഴുതാം, പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. കൈകൊണ്ട് എഴുതാം, കൈകൊണ്ട് വായിക്കാം. ഇല്ല, മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഏത് കളർ ഉപയോഗിക്കാമെന്നല്ല. ഒരു കളറ് അടുത്ത കളർ മാറ്റണമെങ്കിൽ നമുക്ക് പിന്നെ കളർ മാറി, ഇത് പാനൻ്റെ കളർ നമുക്ക് മാറ്റാം. അതോടൊപ്പം തന്നെ ബോർഡിൻ്റെ കളർ മാറ്റാം. പിന്നെ നമുക്ക് ഏത് ബോർഡ് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ കാണുന്ന വ്യത്യസ്തമായ ഓപ്ഷനുകളാണ്. നമുക്ക് ഈ സ്ക്രീനിൻ്റെ ഒരു പ്രത്യേകത, ഈ സ്ക്രീൻ എത്ര വേണം സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് കയറ്റാം. അതായത് സാധാരണ നമ്മളൊരു ബോർഡാകുമ്പോൾ ഒരു ബോർഡിൻ്റെ ആ അളവിൽ എഴുതാൻ കഴിയും. ഇത് എത്ര എഴുതിവിടാം. എഴുതി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് താഴത്തെ കൊണ്ട് കുട്ടികൾക്ക് പഴയത് വായിക്കാതെ തന്നെ എല്ലാം പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നതാണ് ഇതിൻ്റെ. പിന്നെ ഇതിൽ മറ്റൊന്നുള്ളത് വെച്ചാൽ ഇതിപ്പോൾ ഷേപ്പുകൾ, ഇപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ എന്തെങ്കിലും എടുക്കണമെങ്കിൽ വരക്കേണ്ട ആവശ്യമില്ല, അത് അളവ് കറക്റ്റ് ചെയ്ത് വരും. പിന്നെ മാത്സ് സബ്ജക്റ്റ് ബേസ് ചെയ്തുകൊണ്ട് ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് ഏത് കളറും ആക്കാം, വൈറ്റോ ഗ്രീനോ യെല്ലോ എന്ത് കളറിലേക്ക് നമുക്ക് ഇതിങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ സബ്ജക്റ്റ് ബേസ് ചെയ്തുകൊണ്ട് ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫിസിക്സ് ക്ലാസ് എടുക്കണമെങ്കിൽ അവിടെ ബൾബ് എത്തിക്കഴിഞ്ഞു. ഒരു ലാബിലുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്കിതിലുണ്ടാവുന്നതാണ്. ഇപ്പോൾ ഓരോ കാര്യങ്ങളും നമുക്കിതിൽ വേണ്ട എന്തൊക്കെ സാധനങ്ങളുണ്ടോ എല്ലാം നമുക്കിതിലുണ്ടെന്നതാണ്. ഇനി കെമിസ്ട്രി ആണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഇപ്പോൾ ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു ലാബിൽ പോയി ചെയ്ത് നമുക്ക് ഇവിടെ ചെയ്ത് കൊടുക്കാൻ കഴിയും. പിന്നെ ഇനി മാത്സ് ആണെങ്കിൽ ഇപ്പോൾ ഒരു കോമിക്സ് നമ്മൾ എടുക്കുകയാണ് വരക്കണമെങ്കിൽ നമുക്ക് സാഹചര്യത്തിൽ പോയി എത്രയും സൈസ് നോക്കിയിട്ട് നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം. ഇതിൽ തന്നെ വരച്ചു കൊടുക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഓരോ നമുക്ക് ഇതിൽ വരച്ചു കൊടുക്കാം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും. പിന്നെ കാര്യമായിട്ട് നമ്മൾ കിതാബിൻ്റെ വിഷയങ്ങളൊക്കെ കഴിയുമ്പോൾ കിതാബ് നമ്മൾ ആദ്യം PPT ആയിട്ട് മാറ്റും. കിതാബിൻ്റെ വിഷയങ്ങൾ തഷ്ജീർ ചെയ്യാൻ, അറബി നമ്മൾ തഷ്ജീർ ചെയ്യാന്ന് പറയാം. അത് അറബി അങ്ങനെ ആക്കിയിട്ട് ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ കായികകൾ അതിൻ്റെ മൊത്തത്തിലുള്ള വല്ല ഹാസലായ കാര്യങ്ങളൊക്കെ നമ്മൾ തഷ്ജീർ ചെയ്ത് ബോർഡിലിട്ട് കൊടുക്കും, ബോർഡിൽ ചെയ്യാം. പിന്നെ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത, ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഒരു യൂട്യൂബിൽ ഒരു കാര്യം കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗം അപ്പോൾ തന്നെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ മറ്റൊന്നിലേക്ക് പോകാതെ അവിടെ കട്ട് ചെയ്യുക. രണ്ടാമത്തെ യൂട്യൂബിലൊരു കാര്യം കാണിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും എഴുതി കൊടുക്കണമെങ്കിൽ അത് സാധാരണ ഒരു ബോർഡിൽ കഴിയാത്ത കാര്യമാണ്, അതിൽ ചെയ്യാൻ കഴിയുന്നതാണ്. ഇങ്ങനെ ഒന്നൊന്നല്ല ഒരുപാട് സംവിധാനം, ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയറിയാം ഒക്കെ വ്യത്യസ്തമായ സംവിധാനങ്ങളാണ്. അങ്ങനെ എല്ലാ സംവിധാനം ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേക ബോർഡാണ് ഇത്. ഞങ്ങളിവിടെ ഇറക്കുമ്പോൾ കോവിഡിന് മുമ്പാണ് ഞങ്ങൾ ഇറക്കുന്നത്. അന്ന് കേരളത്തിൽ ഈ ഇറക്കിയ കമ്പനി പറഞ്ഞത് ആകെ ഏതൊരു മെഡിക്കൽ കോളേജിൽ മാത്രമേ സാധനമുള്ളൂ, വേറെ എവിടെ ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത്. മാത്രമല്ല അത് ഏറ്റവും ഉപകരിച്ചത് കോവിഡ് കാലത്താണ്.
ദർസ് കുട്ടികളൊക്കെ വീട്ടിലായിരുന്ന സമയത്ത് ഞാനിത് വീട്ടിൽ കൊണ്ടുവച്ചു. വീട്ടിൽ നിന്ന് ഓൺലൈനിൽ ഇതിൽ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾ നല്ല സൗകര്യമായിരുന്നു. അതിൻ്റെ പ്രത്യേകത ഉണ്ട്. നമുക്കിനി എന്താണ് ലൈബ്രറിയാണ് ഇനി കാണാനുള്ള. ലൈബ്രറി കാണാം. ഈ ലൈബ്രറി തന്നെ ആയിരിക്കില്ലേ പ്രിൻസിപ്പാളിൻ്റെ റൂമും ഉസ്താദിൻ്റെ റൂമും. അപ്പോൾ ഒരുപക്ഷെ പിന്നെ ഒരു ലൈബ്രറിയിലൊരു ഓഫീസ് മുറി ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒരു കോൺസെപ്റ്റിനനുസരിച്ചുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി പ്രിൻസിപ്പാൾ റൂമിലേക്കല്ലേ, പ്രിൻസിപ്പാൾ എന്നാണോ പറയുന്നത്? മുദരിസ് തന്നെയല്ലേ അത്? ഓക്കെ, പഴയ സിസ്റ്റം തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ഒരു വളരെ വിശാലമായിട്ടുള്ള ഒന്നാണ്. എന്താണ് അൽ അക്സ ഫിൽ ഇഷ്രീൻ ദർസ് നമ്മൾ തുടങ്ങിയത് 2003 ദർസ് ആരംഭിച്ചത്. ആരംഭിച്ച് അതിൻ്റെ 20ാം വാർഷികം കഴിഞ്ഞ 2023 ഡിസംബറിലാണ് നടന്നത്. അതിൻ്റെ സ്മരണക്കർ നിലനിർത്തിയെന്ന് മാത്രം. അലക്സ ഫിൽ ഇഷ്രീൻ എന്ന് പറഞ്ഞാൽ അലക്സ 20ാം വാർഷികത്തിലാണെന്നുള്ള ആ ഒരു ആശയത്തിലാണ് അറബി വെക്കുന്നത്. നമ്മുടെ ഇതാണ് നമ്മുടെ കിതാബും ലോഗോ ഒക്കെ അല്ലേ? അവിടെ നമ്മൾ കണ്ട ബുക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ ആദർശപരമായ വിഷയങ്ങളാണ്. അതായത് കേരളത്തിലെ ബിദഈ കക്ഷികളിലെ മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് പോലത്തെ എല്ലാ വിഭാഗത്തിൻ്റെ പുസ്തകം ഉണ്ടാവും. അതുകൊണ്ട് അവിടെ കുട്ടികൾക്ക് അങ്ങനെ പ്രവേശനം ഉണ്ടാവില്ല. ഇങ്ങനെ ഗവേഷണം നടത്തുന്ന സമയത്തും ഉസ്താദന്മാരുടെ നേതൃത്വത്തിൽ മാത്രമേ അവിടെ പോയി പഠിക്കാൻ പറ്റുള്ളൂ. കാരണം വേറെ എന്തിലേക്ക് പോകാൻ പാടില്ല. അപ്പം ലിബറലിസത്തിലേക്ക് കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടികൾ വരെ അങ്ങനെ പഠിച്ച് പലതും പറയുന്നൊരു കാലഘട്ടമാണ്. അവിടെ അങ്ങനെ വിഷയം വരാതിരിക്കാൻ വേണ്ടി അത്തരം പുസ്തകങ്ങളൊക്കെ അവിടെയാണ് ഉണ്ടാവുക. വിവാദപരമായ വിഷയങ്ങൾ, നമ്മുടെ സമസ്തയും ഇതര വിഭാഗങ്ങൾ തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഉപയോഗപ്പെടുത്തും. പക്ഷെ അത് ഉസ്താദുമാരുടെ നേതൃത്വത്തിലായിരിക്കണം. അവർ കീഴിൽ നിന്ന് പഠിക്കണമെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. യഥേഷ്ടം കുട്ടികൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർക്ക് അതിനെ മറുപടി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്രിക്കോഷൻസ് നമ്മൾ എടുക്കുന്നുണ്ട്. അതെ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആർക്കും വായിക്കാവുന്ന കിതാബുകളാണ്. ഇത് കാണുന്ന മുഴുവൻ കിതാബുകളാണ്. എല്ലാ മുകളിൽ നമ്മുടെ തഫ്സീറുകൾ, അതിൻ്റെ ഹദീസുകൾ, പിന്നെ ഫിഖ്, താരീഖ്, ഇങ്ങനെ നെഹവ്, മന്തിക്ക്, അങ്ങനെ എല്ലാ ഐറ്റംസ് കിതാബുകളാണ് ഇതിലുള്ളത്. ഇത് പിന്നെ നമ്മളെ എല്ലാ പുസ്തകങ്ങളും ഇത് നമുക്ക് നോവലുകൾ അതിലെല്ലാം ഉണ്ട്. ജനറൽ ഉണ്ട്, ഫിഖ് കർമ്മപരമായിട്ടുള്ളതുണ്ട്. അങ്ങനെ കുട്ടികൾക്ക് പബ്ലിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. മുകളിൽ കാണുന്നതിന് കുട്ടികളുടെ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാലത്തൊന്നും ഈ ഒരു ഇങ്ങനെ ഒരു പാരമ്പര്യ ദർസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റൊക്കെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ഇപ്പം അറബിക് കോളേജുകളായി. അപ്പോൾ നമ്മുടെ കുട്ടികളും ഈ അറബിക് കോളേജിലെ കുട്ടികളും ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ സൗകര്യങ്ങളും വളരെ പ്രധാനമാണ്. അപ്പോൾ പള്ളിയിൽ പഠിക്കുന്ന കുട്ടികളും കോളേജിൽ ഏറ്റവും നല്ല ഇപ്പോൾ AC റൂമിൽ വരെ പഠിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ കുട്ടികളുടെ ഒരു മനസ്സിൻ്റെ ഒരു ഇതെന്താണ് അവരുടെ ഒരു അത് ഇവിടെ അതാണ് പ്രത്യേകത. നമ്മൾ ദർസാണെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ക്ലാസ് റൂമുകളുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് വോക്കൽ വോയിസ് ഹബ് എന്ന് പറയും. അപ്പോൾ നമുക്ക് കയറാം. ഓക്കെ, ഇത് ശരിക്കും എന്തായിരിക്കും ഇവിടെ നടക്കുന്നത്? ഇവിടെ നമ്മൾ സാധാരണ എല്ലാ ദിവസവും സുബഹ് കുട്ടികൾക്ക് ഖിറാഅത്ത് പരിശീലനമുണ്ട്. അപ്പോൾ നമ്മൾ താഴെ വെച്ചിട്ട് കുട്ടികൾക്ക് ഓരോ കാര്യങ്ങളെ സെലക്ട് ചെയ്യപ്പെട്ട കാര്യങ്ങൾ ഓർത്ത് അവർക്ക് ഇട്ട് കൊടുത്തിട്ട് അവരത് കേട്ട് അതിന് ശൈലിയും പഠിക്കും, അതോടൊപ്പം തജ്വീദും പഠിക്കും. അതിനുശേഷം പിന്നെ കുട്ടികൾ എന്ത് ചെയ്യും, ഓരോ ദിവസവും ഇവിടെ വന്നിട്ട് റെക്കോർഡ് ചെയ്യും. ഓരോ ബാച്ച് കുട്ടികളായിട്ട് വന്നിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അവരെ ഓതിയ ഓത്ത് അവർക്ക് തന്നെ കേൾപ്പിച്ചു കൊടുക്കും. അപ്പോൾ അതിൻ്റെ തജ്വീദ് ക്ലിയർ ആണോ, അതുപോലെ തന്നെ ശൈലി ക്ലിയർ ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് തന്നെ സ്വന്തം പരിശോധിച്ചുകൊണ്ട് അവരുടെ ഓത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ട് പിന്നീട് വീണ്ടും റെക്കോർഡ് ചെയ്ത് അത് ശരിയാകുന്നതുവരെ കുട്ടികൾക്ക് അങ്ങനെ പരിശീലനം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ പാട്ട്, അതുപോലെ തന്നെ മറ്റു പ്രസംഗങ്ങൾ, എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാകുമ്പോൾ പോഡ്കാസ്റ്റുകളൊക്കെ പോലത്തെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ഒരു സംവിധാനം ഉപയോഗിക്കും. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇത് മുഴുവനും കുട്ടികൾ തന്നെയാണ് ഇതിൻ്റെ മുഴുവൻ ക്രിയേഷനും എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഡിസൈനിങ്ങും മറ്റു കാര്യങ്ങളും വർക്കുകൾ ഫുള്ള് കുട്ടികളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റെനൻസും ഫുള്ള് കാര്യങ്ങൾ അതൊക്കെ കുട്ടികൾ തന്നെ സ്വന്തമായിട്ട് നിർവഹിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഞാനിവിടെ സംസാരിക്കുമ്പം ഈ സ്റ്റുഡിയോക്കകത്ത് നിന്ന് അതിൻ്റെ ശബ്ദം ഏകദേശം ക്രമീകരിക്കപ്പെട്ട രീതിയിൽ തന്നെയാണ് ഇത് എല്ലാം ചുറ്റും നമ്മൾ ഇതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ ഒരു സൗകര്യത്തിൽ ഇപ്പോൾ പുറത്തൊരു സ്റ്റുഡിയോയിൽ നടക്കുന്നൊരു പാട്ട് അല്ലെങ്കിൽ ഒരു അനൗൺസ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുമോ? അത് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മളിവിടെ തന്നെയാണ് അത്തരത്തിൽ കാര്യത്തിലുള്ള ഇപ്പോൾ പാട്ടുകളും മറ്റൊക്കെ ഇവിടുന്ന് റെക്കോർഡ് ചെയ്യാറുണ്ട് സാധാരണ. അതുപോലെ തന്നെ മൊത്തം ചെയ്തിട്ടുണ്ട് അല്ലേ? ഏതായാലും നമുക്ക് ഇതിനകത്ത് കിറാത്ത് ഇവിടെ ഓക്കെ ഇതിലാണോ അത്? ഓക്കെ. അപ്പോൾ നമുക്കൊരു കിറാത്ത്, എൻ്റെ പേരെന്താ? ആദിൽ അക്രം. ഹാഫിളാണ്. ഹാഫിൾ ആദിൽ അക്രം, നല്ല പേരാണ് കേട്ടോ. വസീം അക്രം എന്നാണ് നമ്മളൊരു പേര് മുമ്പ് കേട്ടത്. ആദിൽ അക്രം നല്ല പേര്. അപ്പോൾ നമുക്കൊരു കിറാത്ത് കേൾക്കാം.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام را تلك آيات الكتاب وقرآن ربما يود الذين كفروا لو كانوا مسلمين ذرهم يأكلوا ويتمتعوا ويلههم الأمل فسوف يعلمون وما أهلكنا من قرية إلا ولها كتاب معلوم صدق الله العظيم. മാഷാല്ലാ, നല്ല ശബ്ദം, നല്ല ഖിറാഅത്ത്. ഏതായാലും ഈ ഒരു സ്റ്റുഡിയോക്കകത്തുള്ളൊരു സംവിധാനവും ഇവരുടെ ആ ഒരു സാങ്കേതികതയും നമ്മൾ സൗണ്ട് പ്രൂഫിങ്ങും ഒക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഉസ്താദെ, അടുത്തത് നല്ല പാട്ടുകാരൊക്കെ ഇവിടുന്ന് പാട്ടൊക്കെ ഇറക്കലുണ്ട്. ഇപ്പോൾ ഈ സംസ്ഥയുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് SK സമർക്കിയ ഒരു പാട്ട് നമ്മുടെ വീട്ടിൽ പാടിയതാണ്, ഇവിടുന്ന് വീട്ടിൽ പാടിയാണ്. ഇവിടെ നല്ല പാട്ടുകാരൊക്കെ ഉണ്ട്, ആണെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ കഴിഞ്ഞ കലോത്സവത്തിൽ സ്കൂൾ ജില്ല ഒരു പാട്ടൊന്ന് കേൾക്കാം. ഒരാൾ വിളിച്ചാൽ ഒരു പാട്ടുകാരനാണ്, ചെറിയ കുട്ടികൾ കൂടുതൽ. പേരെന്താ? മുഹമ്മദ് അദിന. പാട്ട് പാടോ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇവിടെ 3-ല്, സ്കൂളിൽ 10-ല്. സ്കൂളിൽ 10-ലാണ്. ദർസിൻ്റെ 3. ഓക്കെ. അപ്പം 3-ാം ക്ലാസ്സിൽ ദർസിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ് എന്തൊക്കെയാണ് ഒന്ന് പറയാം. ഞങ്ങൾ ഫത്തുൽ മൊയ്ൻ പഠിക്കുന്നുണ്ട്, റിയാദു സ്വാലിഹിന്, തഖ്വീമുൽ ലിസാന്, ഹിദായത്തുൽ അദിക്ക എന്ന് പറഞ്ഞ കിതാബ്, അങ്ങനെ കുറച്ച് കിതാബുകൾ. കിതാബൊന്നും ഞാൻ 2-3 കിതാബ് മാത്രമേ അതിൽ കേട്ട് പരിചയം പോലെ ഉള്ളൂ. ഇത് നമുക്കൊരു പാട്ട് പാടല്ലേ? ഏത് പാട്ടാണ് പാടുന്നത്? തങ്കരങ്കിലെങ്കി എന്ന് പറഞ്ഞൊരു പാട്ട്. ഓക്കെ. തങ്കരങ്കിലെങ്കി തിങ്കളൊളി പൊങ്കി ത്വയ്ബ നഗർ നായകൻ്റെ നൂറ് വിളങ്ങി. തങ്കരങ്കിലെങ്കി തിങ്കളൊളി പൊങ്കി ത്വയ്ബ നഗർ നായകൻ്റെ നൂറ് വിളങ്ങി. സുരപതി ആദ്യം തുറന്നവരാരോ, സുമരസദൂതായി പിറന്നവരാരോ. സുരപതി ആദ്യം തുറന്നവരാരോ, സുമരസദൂതായി പിറന്നവരാരോ. തങ്കരങ്കിലെങ്കി തിങ്കളൊളി പൊങ്കി ത്വയ്ബ നഗർ നായകൻ്റെ നൂറ് വിളങ്ങി. തങ്കരങ്കിലെങ്കി തിങ്കളൊളി പൊങ്കി ത്വയ്ബ നഗർ നായകൻ്റെ നൂറ് വിളങ്ങി. ഈത്തമരം പൂത്തൊരു നാട്ടില് കസ്തൂരി വീശിപ്പറന്നു. ഈത്തമരം പൂത്തൊരു നാട്ടില് കസ്തൂരി വീശിപ്പറന്നു. മുസ്തഫ നബി ത്വാഹ മുജ്തബ നബി, മുസ്തഫ നബി ത്വാഹ മുജ്തബ നബി. ഈരേഴുലകങ്ങൾ വാഴ്ത്തിയിലേ, ഇറയോൻ്റെ ഇഷ്കിൽ വളർന്നില്ലേ. ഈരേഴുലകങ്ങൾ വാഴ്ത്തിയിലേ, ഇറയോൻ്റെ ഇഷ്കിൽ വളർന്നില്ലേ. 7 സമ ഏറിപ്പോയില്ലേ, ഏകൻ്റെ ചാരത്തണഞ്ഞില്ലേ. 7 സമ ഏറിപ്പോയില്ലേ, ഏകൻ്റെ ചാരത്തണഞ്ഞില്ലേ. തങ്കരങ്കിലെങ്കി തിങ്കളൊളി പൊങ്കി ത്വയ്ബ നഗർ നായകൻ്റെ നൂറ് വിളങ്ങി. തങ്കരങ്കിലെങ്കി തിങ്കളൊളി പൊങ്കി ത്വയ്ബ നഗർ നായകൻ്റെ നൂറ് വിളങ്ങി. അടിപൊളിയായിട്ട് പാടിയിട്ടാ, നല്ല ശബ്ദം അല്ലേ, നല്ല രസമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് കാണുന്ന നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുക, ഞാനും അത് തന്നെയാണ്. പക്ഷേ ഞാനൊരു തവണ ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അപ്ഡേഷൻ അത് രക്ഷയില്ല. സതി, ഇത് നമ്മളെവിടെയൊക്കെ പോകുന്നത്? സ്മാർട്ട് ക്ലാസ്സും 2ാം ക്ലാസ്സും സെക്കൻഡാണ്. ഇതൊരു കുട്ടികൾക്ക് വേണ്ടി ചർച്ചകൾ നടത്താൻ, സംവാദങ്ങൾ, ഇപ്പോൾ നമുക്ക് വളരെ ആവശ്യമുള്ള വിഷയമാണല്ലോ സംവാദം. നമ്മുടെ സംവാദത്തിൻ്റെ ഒരു
ലൈനിലായതുകൊണ്ട് കുട്ടികളാരെ കൊണ്ട് ഇപ്പോൾ കുട്ടികൾ 2 ഭാഗത്തേക്ക് ഇരുത്തി അവർക്ക് 2 വിഷയങ്ങൾ, അത് സുന്നി മുജാഹിദ് അങ്ങനെ ആ സംവാദം മാത്രമല്ല, പുതിയൊരു വിഷയം വന്നു കഴിഞ്ഞാൽ അപ്പോൾ വിഷയത്തെക്കുറിച്ച് കുട്ടികളെ 2ആക്കി ഇരുത്തും, അവരിലേക്ക് വിഷയം കൊടുക്കും, അവർ ചർച്ച ചെയ്യും, ഉസ്താദ്മാർ മോഡറേറ്ററായിട്ടിരിക്കും. ആ രീതിയിലുള്ള സംവാദങ്ങൾ, ചർച്ചകൾക്ക് വേണ്ടിയുള്ള ഒരു ഏരിയയാണ് ഇപ്പോൾ കാണുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകം വെച്ചാൽ ഈ കാണുന്ന സംവിധാനങ്ങളൊക്കെ കുട്ടികളുടേതാണ്. പുറത്തുനിന്ന് ഒരാൾ വന്നൊരു വർക്ക് ഇവിടെ ചെയ്യുന്നില്ല. ഒരു ആശാരി വന്നിട്ട് ഒന്നുമില്ല, എല്ലാ പണി കുട്ടികൾ എടുക്കും. പ്ലംബിങ് കുട്ടികൾ ചെയ്യും, ഇലക്ട്രിക്കൽ വർക്ക്, ഫാൻ ഫിറ്റ് ചെയ്യാലും ലൈറ്റ് ഫിറ്റ് ചെയ്യാലും ഈ ഡിസൈൻ വർക്കുകളും ഇതൊക്കെ അവരുടേതായ ആശയം അവർ ചെയ്യാന്നുള്ളതാണ്. അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കും. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് കുട്ടികൾ വെറും ഒരു മുത്താലിമായി മാറി അവർ ആ വിഷയത്തിൽ നമ്മളെല്ലാം കഴിവ് കൊടുക്കും, കിതാബ് ഓതാനും എല്ലാ താല്പര്യം കൊടുക്കും. പക്ഷെ അത് മാത്രമായി കുട്ടികളെ 2ാം നമ്പറായി കാണുന്ന സാഹചര്യം വരുന്നത്. എന്തിനും ഒരു ഘട്ടം വന്നാൽ ഞങ്ങൾ എന്തിനും തയ്യാറാണ് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കുട്ടികൾ എത്താനുള്ള സൗകര്യം തീർക്കും. എല്ലാവരും ചിലപ്പോൾ അങ്ങനെ ആയിക്കോണമെന്നുണ്ടാവില്ലെങ്കിലും നമ്മൾ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു പള്ളി ദർസിനകത്തുള്ള ഒരു പരിമിതി നമുക്കെല്ലാവർക്കും. നാട്ടിലെ ഒരു പള്ളി എങ്ങനെയായിരിക്കും? ഒരുപക്ഷെ നല്ല സാമ്പത്തികമൊക്കെ ഉള്ളൊരു മഹല്ല് കമ്മിറ്റിയൊക്കെ ആണെങ്കിൽ അവിടെ ആ പള്ളി നല്ല ടൈല് വിരിച്ചിട്ടുണ്ടാകും, നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ചാലിയം പോലെയുള്ളൊരു സ്ഥലം നമുക്കറിയാം, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വസിക്കുന്ന ഒരു സ്ഥലം. ഇവിടുത്തെ കുട്ടികളുടെ ചിലവ് പോലും ചില വീടുകളിലൊക്കെ പോയിട്ട് ഒക്കെ നടത്തി വരുന്ന രീതിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഈ കുട്ടികൾ ഉണ്ടാക്കിയൊരു വിപ്ലവം, ഞാൻ സത്യം പറയുന്നു, ഇത് കാണുന്ന പ്രേക്ഷകരോട് പറയുന്നു, നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ദർസൊന്ന് വന്ന് കാണണം. കാരണം വെറുതെ പറയുന്ന ഒന്നല്ല, നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഈ കുട്ടികൾക്ക് എങ്ങനെ കിട്ടുന്നു. ഇപ്പോൾ നമ്മൾ വോക്കൽ സ്റ്റുഡിയോയിൽ കയറി അവിടുത്തെ കുട്ടികളുടെ പെർഫോമൻസ് കണ്ടു, നല്ല മനോഹരമായ ഖിറാഅത്ത് കണ്ടു, മനോഹരമായ ഒരു പാട്ട് നമ്മൾ കേട്ടു. അപ്പോൾ ഈ കുട്ടികളുടെ എത്രത്തോളം വൈബ്രൻ്റ് ആണ്